കൺട്രോളായി കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു അവസ്ഥ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മെനിഞ്ചൈറ്റിസോ എൻസെഫലൈറ്റിസോ ഒന്നും ഉണ്ടാക്കാതെ അത് ഓട്ടോമാറ്റിക്കലി റിക്കവറി ആയി പോകും. അല്ലെ മറ്റൊരു അപസ്മാര രോഗമായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് പരിവർത്തനം ചെയ്യാതെ അതങ്ങ് മാറിപ്പോകും. ഇത് പനിയുമായിട്ട് മാത്രം റിലേറ്റഡാണ്. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി സാധാരണ രീതിയിലേക്ക് ഇതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ഗുളിക കഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ പണ്ട് ഈ നമുക്ക് സ്ട്രെസ്സൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അപസ്മാരം പോലെയൊക്കെ കാണിക്കല്ലോ, ഫങ്ഷണൽ എന്ന് പറയും, ഹിസ്റ്റീരിയ എന്നൊക്കെ പറയും. ആ സമയത്ത് പണ്ടൊരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പെൺകുട്ടി ഇങ്ങനെ വന്നു, എന്തോ ഭർത്താവുമായിട്ട് ഉടക്കി ടെൻഷൻ അടിച്ച് വന്നതാണ്. ആ ടെൻഷൻ അടിച്ച് വന്നപ്പം ഞാൻ ചോദിച്ചു അപസ്മാരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടീൻ്റെ ഉമ്മ പറഞ്ഞ് ഈ കുട്ടി പിറന്ന കുട്ടിക്കാലത്ത് അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ അപസ്മാരം ഉണ്ടായിരുന്നു, പനി ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പിന്നീട് ഒരിക്കൽ വരുന്നത് ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണോ ഇവർ വന്നത്? തീർച്ചയായിട്ടും മറ്റ് അപസ്മാരവുമായിട്ട് ഇതിന് ബന്ധമല്ല. മനസ്സിലായി?